ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம ஏஆர்எம் மூவிலேருந்து பார்த்தீங்கன்னா சீன் 3 தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 1, சீன் 2 நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பாருங்க, கண்டிப்பாக விசிட் பண்ணி பாருங்க. அந்த சின்ன குழந்தைங்கிட்ட அந்த பாட்டி வந்து பார்த்தீங்கன்னா இப்போ தான் வந்து பார்த்தீங்கன்னா கதை ஒவ்வொன்றா வந்து பார்த்தீங்கன்னா மணி மணி அப்படிங்கிற மாதிரி அவரோட கேரக்டர் வந்து பார்த்தீங்கன்னா சொல்லிக்கிட்டு இருக்காங்க. நம்ம சேட்டன் வந்து பார்த்தீங்கன்னா நம்ம டொவினோ வந்து பார்த்தீங்கன்னா அந்த ஃபர்ஸ்ட்லேயே வந்து பார்த்தீங்கன்னா செம்ம ஃபைட்டு, அது வால் ஃபைட்டு சூப்பராக இருந்துச்சு. அதோட வந்து பார்த்தீங்கன்னா அது ஒருத்தர் வந்து பேசிக்கிட்டு இருந்தாரு. அதோட வந்து பார்த்தீங்கன்னா அந்த சீனை நம்ம வந்து கட் பண்ணியிருப்போம். ஐஸ்வர்யா ராஜேஷ்லாம் வந்து இருக்காங்க. இது ஃபர்ஸ்ட் இன்ட்ரோலே வந்து பார்த்தீங்கன்னா நம்ம லாலட்டன் வாய்ஸ் வந்து பார்த்தீங்கன்னா வாய்ஸ் ஓவரில் வந்து பார்த்தீங்கன்னா அந்த எழுத்து ஓடும்போது கொடுத்துக்கிட்டு இருந்தாங்க. உள்ளுக்குள்ள நம்ம லாலட்டன் இருக்காரா என்னன்னு சொல்லிட்டு எனக்கும் வந்து தெரியல. நீங்க வந்து எத்தனை பேர் படம் பார்த்துருப்பீங்கன்னு சொல்லிட்டு எனக்கு தெரியல. ஓகே, நம்ம வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்க நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணலாம், கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம பார்க்குற வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள പോലാം. അജയനെന്നും എഴുതിയിട്ടുണ്ട്. ഒപ്പം പിഒ ജിയോത്തിക്കാവ്. പുറകോട്ട് തിരിഞ്ഞിരുന്ന് എന്തോ ഒരു പരീക്ഷണത്തിലാണ് ഒരാൾ. അതെ, അത് നമ്മുടെ നായകനാണ് അജയൻ. അജയ്, ഹലോ. ഹായ്. ടൊവിനോ തോമസ് ആണ് നായകനായ നമ്മുടെ അജയൻ. ചോദ്യത്തൊരു ഞാൻ എന്നെ പറയട്ടുള്ളൂ. അതിന്റെ ഒരു ബോറടി നിനക്ക് ഉണ്ടാവുന്ന എനിക്കറിയാം. പക്ഷെ പ്രേമിക്കാൻ വേണ്ടിട്ട് ഹാം റേഡിയോ ലൈസൻസ് എടുത്ത കേരളത്തിലെ ആദ്യത്തെ ആള് ഞാനാണെന്ന് നീ മറക്കരുത്. ഒന്നുമല്ല, ഈ ഹാം ലൈസൻസ് ഉള്ളവരാണ് ചില്ലറക്കാരൊന്നുമല്ല. ഫിൽമാണ് മമ്മൂട്ടി, കമലഹാസൻ, പിന്നെ രാജീവ് ഗാന്ധി, ലിസ്റ്റ് അങ്ങനെ പോവും. പിന്നെ ഞാനും. അജയൻ തന്റെ പ്രണയിനിയായ ലക്ഷ്മിയോട് സല്ലപിക്കുകയാണ് ഹാം റേഡിയോ തരംഗങ്ങൾ വഴി. പിന്നെ നീ ഭക്ഷണം കഴിച്ച 10:10 പിടിച്ചോ. ഓ, പ്രണയിനിയായ ലക്ഷ്മിയെ അവതരിപ്പിക്കുന്നത് കൃതി ഷെട്ടിയാണ്. കീർത്തി ഷെട്ടി. മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രണ്ടുണ്ടാവട്ടായിരുന്നു. ആടെ മഴ തുടങ്ങിയിട്ടില്ലേ? അഡ്വാ, ഞാൻ കാറ്റായിട്ടും മഴയായിട്ടും വരും. പക്ഷേ ലക്ഷണം കണ്ടിട്ട് മിക്കവാറും പിന്നെ എനക്കും അമ്മക്കും കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയിരിക്കും. ചൂടും കറണ്ട് കെട്ടും ഒതും അച്ഛന്റെ പോലത്തെ ആൾക്കാരും. വിചാരിക്കുന്ന പോലെ നമ്മളെ നാടത്ര സ്വർഗമൊന്നല്ലാട്ടാ. നമുക്കില്ലേ സോളമൻ പറഞ്ഞ പോലത്തെ ഗ്രാമങ്ങളിൽ പോയിട്ട് ഒരു ചോറയില്ലാണ്ട് കഴിഞ്ഞാൽ അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോപ്പുകളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് പൂവിടുകയും വരാങ്ങ പൊച്ചി ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എന്റെ പ്രണയം തരും. പോവാനായിട്ടൊരു ടാങ്കർ ലോറി കൂടെ കിട്ടുമെന്ന് ഞാൻ നോക്കില്ല. മോഹൻലാൽ അല്ലേ ഇത്? ബിജു മേനൻ തന്നെ. പ്രണയ സല്ലാപത്തിനിടയ്ക്ക് അജയന്റെ അവിടെ കറണ്ട് പോയപ്പോൾ ഇവിടെ ലക്ഷ്മിക്കരികിൽ അച്ഛനും വന്നു. അച്ഛൻ തിരികെ പോയപ്പോൾ അജയന് കറണ്ടും തിരികെ വന്നു. പക്ഷേ ഹാം റേഡിയോ കട്ടായി പോയി. അവൻ അത് വീണ്ടും കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. പോലീസുകാരുടെ വർത്തമാനം എന്നെ കേട്ടോണ്ടിരുന്നിട്ട് നാളെ റേഡിയോന്റെ കമ്പനിയുടെ മുതലാളിനെ പിടിച്ചോണ്ട് പോവും. അവര് പണിയെടുക്കുന്നുണ്ടോന്ന് നമുക്കൊന്ന് അറിയണം. ഈ സമയത്ത് കാപ്പിയുമായി വരുന്ന അമ്മ. ഉടനെ കറണ്ടും പോയി. പകൽ സമയം. ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ബൈക്കിൽ വരുന്ന അജയൻ മോട്ടോർ റിപ്പയർ ചെയ്യാൻ വന്നതാണ്. ലക്ഷ്മിയുടെ അച്ഛനും കാര്യസ്ഥനും അവിടെ തന്നെ. നാട്ടില് വേറൊരുത്തനും ഇല്ലേ മോട്ടോർ ഇല്ല. ഈ നാട്ടിൽ ഈ പണി ചെയ്യുന്നോണോ മാത്രമേ ഇല്ലൂ. നിസ്തറാണ് അച്ഛന്റെ വേഷം ചെയ്യുന്നത്. കാരിസൻ കുട്ടപ്പൻ വിജുക്കുട്ടനും. ഈ സമയം മുകളിലെ നിലയിൽ നിന്ന് ലക്ഷ്മി അജയനെ നോക്കുന്നു.
അജയനും അത് കാണുന്നു. ഇരുവരും തമ്മിൽ ചിരിക്കുന്നു. എന്നാൽ മറ്റാരും കാണാതെ അജയൻ വേഗം മുന്നോട്ട് പോകുന്നു. അയ്യോ. ഈ വീട്ടിലേക്ക് മാത്രമായിട്ട് ഒരുത്തരം പണിക്ക് വെക്കേണ്ടി വരും. അതും ഏതെങ്കിലും ഇല്ലത്തുന്നേ. ഓ ഒന്ന് വേഗം നോക്കട്ടെയാ. ഫ്യൂസ് പോയതാണ്. ഇപ്പൊ ശരിയാക്കാം. ഫ്യൂസ് നന്നാക്കുന്ന അജയൻ. കുട്ടപ്പേട്ടാ, ഓ എന്റെ റൂമിൽ ലൈറ്റ് കിട്ടുന്നില്ല, അതും കൂടെ ഒന്ന് നോക്കാൻ പറ. ഓ ഓ ആ അതും പോയി. ഓളിയമ്പല് ശരിയാക്കുമ്പോ പമ്പ് പോകും, പമ്പ് ശരിയാക്കുമ്പോ പൾബ് പോകും. എന്താ ഇവിടെ ഇങ്ങനെ? അജയൻ ഫ്യൂസ് കുത്തി അകത്തെ ബൾബ് നന്നാക്കാൻ വരാന്തയിലേക്ക് കയറുന്നു. നിന്റെ ജോലിന്റെ കാര്യമില്ല, എന്തായി? 1-2 ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്കെല്ലാം സർക്കാർ പണി കിട്ടാൻ എളുപ്പല്ലേ? പിന്നെ എങ്ങനെയാ ഈ മോട്ടറൊക്കെ ഇങ്ങനെ അടിക്കടി കേടാവുന്നത്? ഇനി പണി കിട്ടാൻ നീ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് പോന്നതാണോ? അയ്യോ. അത്രയും കുരുട്ട് പോകാനുണ്ടെന്ന് തോന്നുന്നു. അല്ല ഇരുട്ടാവുന്ന പറഞ്ഞതാ. വാലിന്റെ ആട്ടം കുറച്ച് ഏറുന്നുണ്ട്. ആ എനിക്ക് തോന്നി. ലക്ഷ്മിയുടെ മുറിക്കുള്ളിലേക്ക് അജയൻ പ്രവേശിക്കുന്നു. തൊട്ടു പുറകെ കാര്യസ്ഥനും. എന്നാൽ കാര്യസ്ഥൻ വാതിൽക്കൽ നിന്നതേ ഉള്ളൂ. അജയൻ മുറിക്കുള്ളിൽ ലക്ഷ്മിയെ പരുതുകയാണ്. ലക്ഷ്മി വാതിൽ പാളിക്ക് പുറകിൽ മറഞ്ഞു നിൽക്കുന്നു. തിരിഞ്ഞു നോക്കി അജയൻ ലക്ഷ്മിയെ കണ്ടെങ്കിലും നിൽക്കുന്ന കാര്യസ്ഥനെയും കാണും. ഏതിലായിട്ടേ കത്താത്തത്? ഇതല്ലേ? അയ്യോ പൊച്ച്. റേഡിയോയിലെ വിപ്ലവം മാത്രമേ ഉള്ളൂ അല്ലേ? മോക്കം പയറുന്നു പഠിക്കണം. ഏട്ടാ, കുടിക്കാൻ കുറച്ച് വെള്ളം നനച്ച ചോയ്ക്കൊന്ന് എനക്കറിയാലോ. സൂപ്പർ. എനിക്ക് കേപ്പണി എനിക്ക് തെരിയും. ലക്ഷ്മിയുമായുള്ള അജയന്റെ അടുപ്പം അറിഞ്ഞിട്ടാണോന്നറിയില്ല, കാര്യസ്ഥൻ വെള്ളം കയ്യിൽ കരുതിയിരുന്നു. അയാൾ സ്റ്റീൽ ഗ്ലാസിൽ നൽകിയ വെള്ളം ചില്ല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അജയന് നൽകുന്ന ലക്ഷ്മി. അടിയാളും തമ്പ്രാനും തമ്മിലുള്ള വ്യത്യസ്തത കാണിച്ച കാര്യസ്ഥനും ആ വ്യത്യസ്തത കാണിക്കാത്ത നായികയെയും നമുക്ക് കാണാൻ പറ്റും. അല്പം ടെൻഷനോടെ അജയൻ നിൽക്കുന്നുണ്ടെങ്കിലും പ്രണയത്തിന്റെ കുസൃതികൾ കാണിച്ച് ലക്ഷ്മിയും ഉണ്ടായിരിക്കും. ഓ സാക്ക്. കുഴപ്പമില്ല, അത് ശരിയായി. ശരിയാ. അപ്രതീക്ഷിതമായി ഉമ്മ കിട്ടിയ അജയൻ ഞെട്ടിയത് കണ്ട് കരണ്ട് അടിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കാര്യസ്ഥൻ. ഇരുവരും തമ്മിലുള്ള പ്രണയത്തിന്റെ നിറഭേദങ്ങൾ മിന്നിമായുന്ന ഒരു പകൽ സമയം. അജയന്റെ വീട്. അജയൻ ട്യൂഷൻ എടുക്കുകയാണ്. ബോർഡിൽ ഭരണഘടനയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. മതി, ട്യൂഷൻ വന്നിട്ട് കളിച്ചോണ്ടിരിക്കാണ്. ആ അതെന്നെ ഞാനും ചോദിക്കുന്നത്, പഠിക്കണ്ട? അപ്പൊ നമ്മുടെ മൗലിക. ഈ സമയം പോലീസ് അവിടേക്ക് കടന്നു വരുന്നു. കാര്യമറിയാതെ അജയനും അമ്മയും അത് നോക്കി നിൽക്കുന്നു. രോഹിണിയാണ് അജയന്റെ അമ്മയെ അവതരിപ്പിക്കുന്നത്. നീ ഇന്നലെ നമ്മളെ ദാമോദരന്റെ വീട്ടിൽ മോട്ടർ നന്നാക്കാൻ പോയിരിക? ആ മോട്ടർ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അതിന് വരാതെ കിട്ടിയിട്ട് നിന്നെ ഓർമ്മ സംശയം. സാറെ വെറുതെ ഇല്ലാരും പറയരുത്. എനക്കതിന്റെ ആവശ്യമില്ല. എന്തായാലും നീ നാളെ ഒന്ന് സ്റ്റേഷനിലോട്ട് വാ. എന്നെ എന്തിനാ സാറേ സംശയിക്കുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്താ ജീവിക്കുന്നത്. മോഷണവും കഷ്ടപ്പാടുള്ള പണി തന്നെയാടാ, അത് ഞങ്ങൾക്കറിയാം. പ്രേമന്റെ വീട്ടിൽ നിന്ന് മാല പോയി, വേറെ 3-4 വീട്ടിൽ നിന്ന് മോട്ടർ. ഇതൊന്നും പോരാത്തതിന് ആടും കോയും പല വക. പോയാ നമുക്കാ പോലീസുകാരെ മുറ്റത്ത് കയറ്റിയപ്പോ സമാധാനായില്ലേ? അമ്മമ്മന്റെ വാക്കും കേട്ട് നാട്ടുകാരോട് വാശി തീർക്കാൻ നടന്ന പ്രായമല്ലാതെന്ന് ഓർത്തു. അത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട് അമ്മ അകത്തേക്ക് പോകുന്നു. തന്റെ വിദ്യാർത്ഥികളുടെ മുന്നിൽ അപമാനിതനായതിന്റെ വിഷമത്തിൽ അജയനും. കുട്ടികളും വിഷമത്തോടെ അജയനെ നോക്കുന്നു. ഒരിക്കൽ കള്ളൻ എന്ന പേര് വീണാൽ പിന്നെ അത് ജീവിതാവസാനം വരെ തുടരും. സീനിൽ അജയന്റെ ചെറുപ്പകാലം. അജയൻ ഓർക്കുകയാണ്.
പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഓന്റെ ഒരു ചെറിയൊരു സൂത്രപ്പണിയാണ്. അമ്മേന്റെ ഉപദേശം കേട്ട് അയ്യോ ചെക്കൻ കള്ളനായപ്പോ സമാധാനായില്ലേ? തിരുടനായിട്ടാ കള്ളന്റെ മോളാന്ന് ശപിച്ചിട്ട് ഇവന്റെ അച്ഛനെന്നെ ഇട്ടിട്ട് പോയപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് ഇവൻ ഓർത്തിട്ട് ഇവനോട് കഷ്ടപ്പെട്ട് വളർത്തുന്നതല്ലേ. അണിയം കൊണ്ടാതെ മുതലും നോക്കി പറ്റിക്കൂടാൻ വന്നിട്ട് കൊടുക്കാട് കിട്ടൂലാണായപ്പോ നിന്നെ മോൻ ഇട്ടിട്ട് പോയതല്ല ഭർത്താവ് തന്നെ. നീങ്ങ വാ, ഇത് തിരിച്ചു കൊടുത്തിട്ട് മതി. എടാ, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ഇതിപ്പോ തിരിച്ചു കൊടുക്കാൻ നിന്നാ നിന്റെ മോൻ ആജീവനാന്തം കള്ളനാ. ഓർത്തോ, എടുത്ത മുതൽ അതുപോലെ തിരിച്ചു വെക്കാനുള്ള ഗണിയും ഓനറിയാം. കള്ളത്തരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അജയന്റെ മുത്തശ്ശി. ആ ചെക്കനെ ആയിരിക്കും താക്കോല് കണ്ടത്. കള്ളൻ. ചന്തു നായർക്കും കൂട്ടാളികൾക്കും മുന്നിലേക്ക് താക്കോലിട്ട് പറന്നു പോകുന്ന കാക്ക. ആ ചെക്കനെ ചൊറിയാൻ നിൽക്കണ്ട എന്തുകൊണ്ടാണ്? മണിയൻ ചിലപ്പോ കാക്കയും പൂച്ചയായിട്ടും വരും. പുതിയ കഥകൾ രൂപപ്പെടുന്നു. ഓർമ്മകളിൽ നിന്ന് മടങ്ങിയെത്തുന്ന അജയൻ താൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളെ നോക്കി നിസ്സഹായതയോടെ നിന്ന് പോവുകയാണ്. ലക്ഷ്മിയുടെ വീടിന്റെ മുൻവശം ഒരു ടാറ്റ സഫാരി കാറ് അതിന് മുന്നിലേക്ക് വന്നു നിൽക്കുന്നു. ലക്ഷ്മിയുടെ അച്ഛൻ മുന്നിലേക്ക് വരുന്നു. കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്ന കണ്ണട വെച്ച സുമുഖനായ ചെറുപ്പക്കാരൻ സുധേവ് വർമ്മ. സുധേവ് വർമ്മയെ അവതരിപ്പിക്കുന്നത് ഹരീഷ് ഉത്തമനാണ്. சூப்பராக இருந்துச்சு. கீர்த்தி செட்டி வந்து பார்த்திங்கன்னா அழகாக வந்து பார்த்திங்கன்னா காமிச்சிருந்தாங்க. நான் கீர்த்தி செட்டியை ரசித்து பார்த்தேன். அதுக்கப்புறம் அவங்க அடிக்கடி வந்து பார்த்திங்கன்னா மோட்டர் சுவிட்ச் வந்து பார்த்திங்கன்னா வீணாக போயிருக்கும். அதை வந்து பார்த்திங்கன்னா கரெக்ட் பண்ணுற வாக்கில் வந்து பார்த்திங்கன்னா அவரை வந்து அவங்க கீர்த்தி செட்டி வந்து கரெக்ட் பண்ணிட்டு இருப்பாங்க. என்னோட ரூம்லேயும் வந்து பார்த்திங்கன்னா சுவிட்ச் வீணாக போச்சுன்னு சொல்லிட்டு அவங்கள கூப்பிட்டுருப்பாங்க. அது வந்து பார்த்திங்கன்னா சரி பண்ண வரும்போது தனிமையாக இருக்கணும்ல, அதுக்கோசரம் வந்து பார்த்தீங்கன்னா கொஞ்சம் தண்ணி தரீங்களா அப்படின்னு கேட்கும்போது தெரியும், இது கேட்பேன்னு எனக்கு தெரியும்னு சொல்லிட்டு தண்ணி கையிலே வந்து வச்சிருப்பாரு. அவங்க டக்குன்னு வந்து பார்த்தீங்கன்னா கிஸ் பண்ணிடுவாங்க. சாக்கு அடிச்சிருக்குமே, அடிச்சிருக்கும். சூப்பராக இருந்துச்சு. அதுக்கப்புறம் வந்து பார்த்தீங்கன்னா பாசில் ஜோசப்லாம் வந்து பார்த்தீங்கன்னா என்ட்ரு வந்து ஆனார். சூப்பராக இருந்துச்சு. பாசில் ஜோசப் கூட வந்து பார்த்தீங்கன்னா நம்ம லாஸ்ட்டாக நுணுக்குழி வந்து பார்த்தீங்கன்னா நம்ம ரியாக்ட் பண்ணியிருக்கோம். சூப்பராக இருக்கும் அந்த மூவியை. நான் 2-3 சீன் தான் வந்து பார்த்தீங்கன்னா ரியாக்ட் பண்ணேன். அதுக்கெல்லாம் வந்து பார்த்தீங்கன்னா காப்பிரைட் ப்ராப்ளம் வந்து பார்த்தீங்கன்னா அதை அப்படியே வந்து ஸ்டாப் பண்ணிட்டு அடுத்து நம்ம வந்து கண்டினியூ பண்ணலாமா அப்படின்னு சொல்லிட்டு நீங்கள் சொல்லுங்கள். நம்ம அதை அதையும் சேர்த்து நம்ம கண்டினியூ பண்ணுவோம். ஓகே, நம்ம இந்த ஓகே இந்த வீடியோ வந்து உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சதா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு நீங்கள் சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்துக்கிட்டீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோவில் நம்ம நெக்ஸ்ட் சந்திப்போம்.